നമ്മളിന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വൈറ്റ് സോസ് പാസ്ത. അത് ചിക്കൻ ചേർത്തിട്ടുണ്ട്. ചിക്കൻ, കോളിഫ്ലവർ, പിന്നെ ക്യാരറ്റ്, ലേശം സവാള, പിന്നെ വെള്ളുള്ളി, ഒറിഗാനോ, കുരുമുളക് പൊടി, ഇത്രയും സാധനം. പിന്നെ ചീസ് ചേർത്തിട്ടുണ്ട്, ബട്ടറും ചേർത്തിട്ടുണ്ട്. ബട്ടറിൽ ആദ്യം തന്നെ നമ്മൾ മാവൊന്ന് 2-3 സ്പൂണ് ടേബിൾ സ്പൂൺ മൈദമാവ് ഒന്ന് ചൂടാക്കി അതിൻ്റെ പച്ചമണം മാറിയപ്പോൾ അതിൽ 3/4 ലിറ്റർ പാലൊഴിച്ച് കുറച്ച് വെള്ളവും ഒഴിച്ചിട്ടുണ്ട്, പാല് മാത്രമല്ല. എന്നിട്ട് അതിനകത്തോട്ട് ഒറിഗാനോ ഇട്ട്, കുരുമുളക് പൊടി ഇട്ട്, വെള്ളുള്ളി ഇട്ട് എല്ലാം കൂടി ഒന്ന് വഴറ്റിയിട്ടാണ് വേറെ വഴറ്റിയിട്ടാണ് ചേർത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആദ്യം തന്നെ വെള്ളുള്ളി അതിൽ മൂത്ത് വരുന്ന സമയത്ത്, ബട്ടറിൽ മൂത്ത് വരുന്ന സമയത്ത് പാലൊഴിക്കാൻ പറ്റും. ഞാൻ അങ്ങനെയല്ല ചെയ്ത്, ഞാൻ വേറെ വഴറ്റിയിട്ടാണ് ഇട്ടത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, കോളിഫ്ലവറും ക്യാരറ്റും കൂടി ആ കൂട്ടത്തിലിട്ട്. അതെന്താണെന്ന് വെച്ചാൽ നമ്മളടുത്ത് മഷ്റൂം ഉണ്ടെങ്കിൽ മഷ്റൂമാണ് നല്ലത്. മഷ്റൂം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചെയ്യാതിട്ട. പിന്നെ പോപ്കോണിൻ്റെ ഇവിടെ ഫ്രോസൺ ഉണ്ടായിരുന്നു, അതും കുറച്ച് ചേർത്തിട്ടുണ്ട്. വേറെ ബട്ടർ ലാസ്റ്റ് വന്നപ്പോൾ നമ്മൾ എല്ലാം കൂടി മിക്സ് ചെയ്തതിന് ശേഷം ലാസ്റ്റ് കുറച്ച് ചീസ് ഇട്ടിട്ടുണ്ട്. ചീസും എല്ലാം മെൽറ്റായി. ഇനി നിങ്ങൾക്കിപ്പോൾ ഇതിങ്ങനെ കട്ടിയാകുകയാണെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്താൽ മതി, കുറച്ച് പാല് ചൂടാക്കിയോ അല്ലെങ്കിൽ കുറച്ച് തിളച്ച വെള്ളമായിട്ട് ഇളക്കിയെടുത്താൽ മതി. ഇത് കുറച്ച് ഇരിക്കുമ്പോൾ ഇങ്ങനെ കുറുകി വരുമല്ലോ, അങ്ങനെ ഇഷ്ടമില്ലാത്തവരങ്ങനെ ചെയ്താൽ മതി. നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക. ഇത് ഞാനിപ്പോൾ ഒരു 300-350 ഗ്രാം ഇതെടുത്തിട്ടുണ്ട്, പാസ്ത എടുത്തിട്ടുണ്ട്. ഒരു കവർ പാസ്തയായത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.